അപ്പൊ ഗൈസ് ഇന്നാണ് നമ്മളെ സാബിറിന്റെ കല്യാണം കേട്ടോ. പെണ്ണിന്റെ പേർക്കാർ പരിപാടി തന്നെ നമ്മളെ മണ്ണാർമല ഇമ്മോഡിറ്റോറിയത്തിലാണ്. അവിടെയായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ കല്യാണത്തിൽ പോയി ചെന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ഇതാ പൈനാപ്പിൾ ജ്യൂസ് ആൻഡ് മുന്തിരി ജ്യൂസ്. അങ്ങനെ ജ്യൂസ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് പിന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഒരു ഇച്ചിരി ബിരിയാണി, ഇച്ചിരി അച്ചാറും. വീട്ടിൽ വളരെ പുറകോട്ടപ്പോ ഞാൻ അത് കഴിഞ്ഞ് കജക നോക്കുമ്പോ കജകനോട് അല്ലാത്തൊരു തിക്കും തിരക്കും. അപ്പൊ നോക്കുമ്പോ ഐസ്ക്രീം ആണ്. അപ്പൊ സൗക്കത്തൊക്കെ ഐസ്ക്രീം തീറ്റ തുടങ്ങിയിരിക്കണം. ഏതായാലും ഞാനും വാങ്ങിയൊരു ഐസ്ക്രീം. ഐസ്ക്രീം വാങ്ങിച്ചു നോക്കുമ്പോ ആകപ്പാടൊരു ഐസ്ക്രീം തീറ്റക്കാരാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഓഡിറ്റോറിയത്തിന്റെ മോൾ കയറി കലാപരിപാടി നടക്കുന്നത് അവിടെ. നമ്മളെ സാബിർ ടോനെ സ്റ്റേജ് കൊണ്ടാക്കി ജൂറേജ് അവിടെ റോസാപ്പൂ വിതരണം ചെയ്യും. അപ്പത്തിന് നമ്മളെ കഥാനായിക എത്തിട്ടോ. കഥാനായിക സാബിറിനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നമ്മള് സാബിറിനോട് പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് ഒക്കെ അതെനിക്ക് ലുക്ക് എക്കന അല്ലെങ്കിൽ ലുക്കാണ് ചോളകുളത്തല്ല പേരാ. അങ്ങനെ അവസാനം മണവാട്ടിയവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ് ഗൈസ്. അടച്ചോനെ നടന്നിട്ട് നീങ്ങളില്ലല്ലോ. നീങ്ങാത്തൊന്നുമല്ല, ഫോട്ടോഗ്രാഫറെ നിർദ്ദേശം കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പെണ്ണിനെ കൈ പിടിച്ച് കയറിലും പൊട്ടി അവിടെ ആകെ ഫ്ലവർ. ആഹാ, അവസാനം ആ നിമിഷം ആഗതമായി ഗൈസ്, ആഗതമായി. ചെക്കനെ ഹാപ്പി, നമ്മൾ ഡബിൾ ഹാപ്പി. അങ്ങനെ സാബിറിന്റെ കല്യാണം കഴിഞ്ഞു ഗൈസ്. വേഗം നോക്കുമ്പോൾ ചെക്കന്മാരൊക്കെ കൂക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കല്യാണം കഴിഞ്ഞാണ്, കുറച്ച് ആൾക്കാർക്ക് കല്യാണം കഴിയാത്ത. പിന്നെ എല്ലാരും പാടെ കൂടി ഒരു ഫോട്ടോ എടുക്കല്. ആഹാ, അങ്ങനെ പരിപാടി ഇറക്കുറെ കഴിഞ്ഞതാ നമ്മള് തിരിച്ചു പോകണം. നിങ്ങളിപ്പോ കണ്ടത് പെണ്ണിന്റെ പെരക്കാരെ പരിപാടിയാണ്. അടുത്തതായി ചെക്കന്റെ പെരീത്തെ പരിപാടി. ഈ കഥ നടക്കുന്നത് മേലാറ്റൂരുള്ള അനക്സ് ഓഡിറ്റോറിയത്തിലാണ്. ദാ നമ്മളെ സമീർ ഷാമിക്ക് ചോറ് വെച്ച് വരാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോ നമ്മളെ കുഞ്ഞാണി ഫാമിലി ചോറ് കഴിഞ്ഞ് പോലെ തുടങ്ങിക്കണം. കുട്ടിമാനും ചെക്കന്മാരും ഫുള്ള് ഫോണിലാണ് പരിപാടി. അപ്പൊ എല്ലാരും മിനി മിൽറ്റിലാണ് മുഴുകിക്കാണ്. എന്നാ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മള് നേരെ പ്രധാന ചടങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത്. അവിടെ ഉച്ചക്കാണെങ്കിൽ ഇവിടെ വൈകുന്നേരമാണ്. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അതാക്കണേ നമ്മളെ സാബിത്ത് അവിടെ കണ്ണടി വെച്ചു. അങ്ങനെ അവസാനം കഴിച്ച് നമ്മള് സാബിറിന്റെ അടുത്തേക്ക് പോയി ഹാപ്പി മാരേജ് ലൈഫ് ഒക്കെ പറഞ്ഞു. സാബിത്ത് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. എന്റെ അടി കയറിയിട്ടാണ് നമ്മളെ വീഡിയോ കൊടുത്തത്. അപ്പൊ അങ്ങനെ കഴിച്ച് നമ്മളെ സാബിറിന്റെ കല്യാണം കഴിഞ്ഞിട്ടോ, മാഷാ അല്ലാഹ്. അപ്പൊ കഴിച്ച് അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ.